നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിയമനത്തെ ചൊല്ലി അത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്. അത് ഭരണത്തിലിരിക്കുന്നവർ തീരുമാനിക്കും. അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഓക്കെ. ഇപ്പോൾ കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ചർച്ചയായി മാറിയിരിക്കുകയാണ് മുഖ്യമന്ത്രി ശ്രീ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസറായി പ്രവർത്തിച്ച ഡോക്ടർ രത്തൻ യു ഖേൽക്കറെ തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിക്കുവാനുള്ള നീക്കം. ഇപ്പോൾ ഈ രത്തൻ ഖേൽക്കർ വിവാദം കേരളത്തിൽ ഇത്ര വലിയ ചർച്ചയായതിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ പശ്ചിമ ബംഗാളിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കണം. 2026 പശ്ചിമ ബംഗാൾ നിയമസഭ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഏറ്റവും വിവാദ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നായി മാറിയിരുന്നു. അവിടെ പ്രധാനമായും 3 വലിയ ആരോപണങ്ങളായിരുന്നു ഉണ്ടായത്. ഒന്ന്, വോട്ടർ പട്ടികയിൽ വലിയ തോതിൽ പേരുകൾ നീക്കം ചെയ്തു എന്നത്. 2, EVM സ്ട്രോങ് റൂം സുരക്ഷയെക്കുറിച്ചുള്ള സംശയങ്ങൾ. 3, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടത്. ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബംഗാളിൽ BJPക്ക് അട്ടിമറി ജയം. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. BJP സർക്കാർ അധികാരത്തിൽ വന്നു. തുടർന്ന് അന്നത്തെ വിവാദ പുരുഷനായിരുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന ശ്രീ മനോജ് അഗർവാളിനെ സർക്കാർ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. കേവലം രാഷ്ട്രീയത്തിനപ്പുറം എന്തുകൊണ്ടാണ് കേരളത്തിൽ രത്തൻ ഖേൽക്കറുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായുള്ള നിയമനം വിവാദമാകുന്നത്? പരിശോധിക്കാം എൻ്റെ നിരീക്ഷണത്തിലൂടെ. ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി സംഭവിച്ചു. EVM മെഷീനുകളിൽ തിരിമറി നടത്തി. SIRലൂടെ 90 ലക്ഷം പേരെ ലിസ്റ്റിൽ നിന്നും പുറത്താക്കി. പ്രത്യേകിച്ചും മുസ്ലിം, ദളിത്, മട്ടുവ ഭൂരിപക്ഷ മേഖലകളിൽ നിന്നുമുള്ളവരുടെ പേരുകൾ, അതുപോലെ തന്നെ സ്ട്രോങ് റൂമുകളുടെ സുരക്ഷകളിൽ വീഴ്ച സംഭവിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചു. അതിനിടയിലാണ് സുവേന്ദു അധികാരി സർക്കാർ ബംഗാളിൽ ഭരണത്തിൽ വരുന്നതും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് അഗ്രവാളിനെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചതും. ഈ നിയമനത്തിനെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തുകയും രൂക്ഷമായ ഭാഷയിൽ BJP സർക്കാരിനെ വിമർശിക്കുകയും ചെയ്തു. മാൻഡേറ്റ് തെഫ്റ്റ്, ജനവിധി മോഷ്ടിക്കപ്പെട്ടു, വോട്ട് ചോരി, വോട്ട് കള്ളന്മാർ, ദ ബിഗർ ദ തെഫ്റ്റ് ദ ബിഗർ ദ റിവാർഡ്, അതായത് മോഷണം വലുതാകുമ്പോൾ പ്രതിഫലവും വലുതായിരിക്കും എന്നൊക്കെയാണ് ആഞ്ഞടിച്ചത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി നൽകിയതിന് പ്രത്യുപകാരമായാണ് മനോജ് അഗർവാളിനെ ചീഫ് സെക്രട്ടറി പദം വാഗ്ദാനം നൽകിയത്. ഇനി കേരളത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നയുടൻ തിടുക്കപ്പെട്ട് ബംഗാളിൽ BJP സർക്കാർ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ കേരളത്തിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തിനെയാണോ കോൺഗ്രസ് പാർട്ടി രൂക്ഷമായി വിമർശിച്ചത് അതിൻ്റെ നേരെ വിപരീതമായുള്ള തീരുമാനമാണ് കേരളത്തിൽ കൈക്കൊണ്ടത്. കേരളത്തിന് പുറത്ത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ കേന്ദ്ര ഏജൻസികൾക്കെതിരെയും അവരുടെ രാഷ്ട്രീയ വേട്ടയാടുകൾക്കെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുമെങ്കിലും കേരളത്തിൽ പഴയ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയും ചില മന്ത്രിമാരെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടിയപ്പോൾ ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല. അത് BJPയുമായുള്ള ഡീലിൻ്റെ ഭാഗമല്ലേ എന്നൊക്കെ കേരളത്തിൽ വന്ന് ചോദിച്ച ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. ഇന്ത്യ മുന്നണിയിലെ ഒരു പാർട്ടിയാണ് CPIM എന്നുകൂടി ഓർക്കണം. ഇടയ്ക്ക് ഒന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഇരട്ടത്താപ്പാണ് കേരളത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. ബംഗാളിൽ ഉപകാരസ്മരണയാണ് എങ്കിൽ ഇവിടെയും അത് തന്നെ ആയിരിക്കില്ലേ? എല്ലാം നല്ല വെടുപ്പാക്കി നൽകിയ രത്തൻ ഖേൽക്കർക്ക് മുഖ്യമന്ത്രി വക ഒരു പ്രത്യുപകാരം. ഇവിടെയാണ് ഈ നിയമനം ഒരു വിവാദ നിയമനമായി മാറുന്നത്. എല്ലാം മുഖ്യമന്ത്രി ശ്രീ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. 100 സീറ്റുകൾക്ക് മുകളിൽ ലഭിക്കും. 1 ഡസനോളം മന്ത്രിമാർ തോൽക്കും. UDFന് മികച്ച ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുന്നേ മുഖ്യമന്ത്രിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കോൺഗ്രസിലെയോ മറ്റ് ഘടകകക്ഷി നേതാക്കൾക്കോ ഇത്തരം ഒരു പ്രവചനം നടത്താൻ ധൈര്യമുണ്ടായിരുന്നില്ല. എല്ലാം അച്ചട്ടായിരുന്നു. താൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന ഉത്തമ ബോധ്യം ശ്രീ സതീശന് ഉണ്ടായിരുന്നു.
അതല്ലേ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കർണാടകത്തിലേക്ക് രഹസ്യമായി യാത്ര ചെയ്തതും VIP-കളുമായുള്ള രഹസ്യ കൂടിക്കാഴ്ചകളും. ഈ സംഭവ വികാസങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ജനങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഈ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ മുഖ്യമന്ത്രി തന്നെ വിശദീകരണം നൽകണം. എന്തായാലും BJP കേന്ദ്ര നേതൃത്വം പരസ്യമായി രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസ് പാർട്ടിയോടും ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. രത്തൻ ഖേൽക്കറുടെ നിയമനം ദേശീയ തലത്തിൽ ചർച്ചയാക്കി BJP. രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് അമിത് മാളവ്യ രംഗത്ത് വന്നു. അങ്ങ് ബംഗാളിൽ BJP ഇട്ടാൽ അത് വള്ളി ട്രൗസർ, ഇങ്ങ് കേരളത്തിൽ കോൺഗ്രസ് ഇട്ടാൽ അത് ബർമുഡ. രത്തൻ ഖേൽക്കറുടെ വിവാദ നിയമനം വിവാദമാകുന്നത് അത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യപ്പെടും എന്നതുകൊണ്ടാണ്. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് സുതാര്യമായിരിക്കണം. അതിലും പ്രധാനമായി ജനങ്ങൾക്ക് അത് സുതാര്യമായി തോന്നുകയും വേണം. അപ്പോൾ മറ്റൊരു നിരീക്ഷണവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.